2009 മുതൽ 2014 വരെയുള്ള കാലയളവിൽ UPA സർക്കാരിന് എതിരെ പ്രതിപക്ഷ കക്ഷികൾ ആക്രമണം നടത്തിയത് LPG സിലിണ്ടറിനുണ്ടായ വില വർധനയെ ചൊല്ലിയാണ്. കാളവണ്ടി സമരവും LPG സിലിണ്ടറിനെ റീത്തുവെച്ചുള്ള സമരങ്ങളും രാജ്യവ്യാപകമായി നടത്തിയത് നാം കണ്ടവരാണ്. അന്ന് ലോകവ്യാപകമായി ക്രൂഡ് ഓയിൽ വില അനിയന്ത്രിതമായി ഉയർന്നത് മൂലമാണ് ഇവിടെയും വില വർദ്ധിച്ചത്. എന്നാൽ അന്താരാഷ്ട്ര സാഹചര്യം ചർച്ച ചെയ്യാതെ വില വർധനവിന്റെ കുറ്റം മുഴുവനും മൻമോഹൻ സിംഗ് സർക്കാരിന്റെ തലമേൽ വെച്ചു. എന്നാൽ ഇപ്പോൾ ഈ സർക്കാർ ഉണ്ടാകുന്ന ഇന്ധന വില വർധനയെ ന്യായീകരിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അതിനായി കുറെ തൊഴിലാളികൾ ഇവിടെയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ 2014 വരെ ഉണ്ടായ അസംസ്കൃത എണ്ണയുടെ വില വർധനവ് ബാരലിന് $120 വരെയാണ്. എന്നാൽ ഇന്ന് ബാരലിന് 112 എത്തിയപ്പോൾ തന്നെ വാണിജ്യ LPG സിലിണ്ടറിന് 993 രൂപ കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ചോട്ടു സിലിണ്ടറിന് 261 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിനും പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പും വന്നു കഴിഞ്ഞു. ഈ രാജ്യത്തെ ഏത് പടുകുഴിയിലേക്കാണ് ഇവർ തള്ളിവിടുന്നത്? 4 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായല്ലോ. ഇനിയിപ്പോൾ വോട്ട് ചെയ്തവന്റെ നെഞ്ചത്ത് തന്നെ മുഖം വെക്കാമല്ലോ. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ഭരണകൂടത്തിന്റെ പരിഗണനയിൽ തന്നെ ഇല്ല എന്നതാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത്. അവരുടെ ആശയപരമായ ചില സ്വാർത്ഥതകൾ നടപ്പാക്കുന്നതിലുപരി ഈ രാജ്യത്തെ ജനങ്ങളോട് ഒരു കൂറ് ഇവർക്കുണ്ടോ എന്നതാണ് ജനങ്ങളുടെ സംശയം. ഹോർമൂസ് കടലിടുക്കും യുദ്ധവും ഉണ്ടെന്ന് പറഞ്ഞ് ആരും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടേണ്ട ആവശ്യമില്ല. ഇന്ന് അസംസ്കൃത എണ്ണയ്ക്ക് $112 മാത്രമേ ബാരലിന്റെ വില എത്തിയിട്ടുള്ളൂ. $120 വിലയായിരുന്ന 2013 പോലും ഗാർഹിക ഉപയോഗത്തിനുള്ള LPG ഗ്യാസ് സിലിണ്ടറിന് വെറും 414 രൂപ മാത്രമായിരുന്നു സാധാരണ ജനങ്ങൾ നൽകേണ്ടി വന്നിരുന്നത്. ഇന്ന് ഒരു സിലിണ്ടർ വാങ്ങുവാൻ നൽകേണ്ടി വരുന്നത് 920 രൂപയാണ്. അപ്പോൾ പറയുന്ന ന്യായം രൂപയുടെ മൂല്യം ഇടിഞ്ഞു പോയില്ലേ എന്നായിരിക്കും. അതെ, അതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തിന് നൽകിയ സംഭാവന അതല്ലേ? $1 60 രൂപ നൽകേണ്ടി വന്നിരുന്നിടത്ത് ഇന്ന് നൽകേണ്ടി വരുന്നത് 95 രൂപയാണ്. അതായത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില കൂടി. വിദേശയാത്രകളുടെ ചിലവ് വർദ്ധിച്ചു. വിദേശ പഠനത്തിനുള്ള ചിലവ് വർദ്ധിച്ചു. ഇന്നത്തെ സ്ഥിതി നോക്കൂ. 5 കിലോഗ്രാമിന്റെ സിലിണ്ടർ വില 261 രൂപയായി ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. വീടുകളിൽ നിന്ന് മാറി താമസിച്ച് ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് വരുന്ന രാജ്യത്തെ ജനങ്ങൾ പാചകത്തിനായി ഉപയോഗിക്കുന്നത് ഈ 5 കിലോഗ്രാം വരുന്ന സിലിണ്ടറാണ്. ഇനിയൊരു 5 കിലോഗ്രാം സിലിണ്ടർ വാങ്ങുവാൻ 650 രൂപ വരെ ചിലവാകും. ഇനി ഹോട്ടലുകളിലേക്ക് നോക്കൂ. 19 കിലോ വരുന്ന സിലിണ്ടറിന് 3000 രൂപയിലധികമായി വില വർദ്ധിച്ചു. 2 മാസത്തിനിടെ 2 തവണയാണ് വില വർദ്ധിപ്പിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ 993 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുവാനും ഒരു മടിയും കാണിച്ചില്ല. ശരാശരി കച്ചവടമുള്ള ഹോട്ടലുകളിൽ പോലും ദിവസവും 4000 രൂപയോളം അധികമായി LPGക്ക് ഇനി ചിലവാക്കേണ്ടി വരും. ഇത് തീർച്ചയായും ബാധിക്കുന്ന ജനങ്ങളെ തന്നെയാണ്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു ഊണിന്റെ കുറഞ്ഞ വില 100 രൂപയായേക്കും. എന്നാൽ വിലക്കയറ്റം നേരിട്ട് ബാധിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിനെ തന്നെയാണ്. ഇരട്ടി വിലയിലേക്ക് ഉയരുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ചായയുടെ വില 20 രൂപയായേക്കും. ഭക്ഷണത്തിനായി ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് ഇത് ഇരുട്ടിടി തന്നെയാകും എന്നതിൽ സംശയമില്ല. പെട്രോൾ ഡീസൽ വില വരുന്ന ദിവസങ്ങളിൽ തന്നെ വർദ്ധിക്കുമെന്നാണ് ഭരണനിരയിൽ നിന്ന് തന്നെ പ്രസ്താവനകൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ വില വർദ്ധിച്ചാൽ ഉപ്പ് തൊട്ട് സകല ഭക്ഷണ സാധനങ്ങൾക്കും വില വർദ്ധിക്കും. വസ്ത്രം, നിർമ്മാണ സാമഗ്രികൾ തുടങ്ങി സകലത്തിനും വില വർദ്ധിക്കും. ജനങ്ങൾക്ക് അവരുടെ വരുമാനം കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുവാൻ കഴിയാതെ വരും. കയ്യിലുള്ള പണം നിമിഷങ്ങൾ കൊണ്ട് തീർന്നു പോകും. വാഴ്ത്തുപാട്ടുകൾ പാടുന്നവർ ഇപ്പോൾ എവിടെയാണ്? ഇവിടെയും ന്യായീകരണ തൊഴിലാളികളായി അവർ ഇറക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവർ ഭയക്കുകയാണ്. ഈ ഭയം നൽകുന്ന ഒരു സൂചനയുണ്ട്. നമ്മുടെ സംവിധാനം അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥ തന്നെ മറ്റൊന്നിലേക്ക് മാറുന്നുവെന്ന സൂചന.